ലെറ്റ്സ് ടോക്ക് അബൌട്ട് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന സർവീസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനി ഇതിൻ്റെയൊക്കെ ചുമതല, ഇതിൻ്റെയൊക്കെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും എല്ലാം ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുക. ഇതാണ് സിമ്പിളായിട്ട് പ്രൈവറ്റൈസേഷൻ. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് ചില മേഖലകൾ പ്രൈവറ്റൈസ് ചെയ്താലേ ആ ഒരു നാടിന് എക്കണോമിക് ആയിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ടെലികോം സർവീസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹോട്ടൽസ്, മാനുഫാക്ചറിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത്തരം മേഖലകളിൽ ഈ പ്രൈവറ്റൈസ് ചെയ്യുന്നതുകൊണ്ട് ഐ ഡോണ്ട് സീ എ പ്രോബ്ലം. പക്ഷേ ജനങ്ങളുടെ ഈ ബേസിക് ആയിട്ടുള്ള നീഡ്സും റൈറ്റ്സും ഒക്കെ ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, ഹോസ്പിറ്റൽസ്, അല്ലെങ്കിൽ ഈ നേച്ചുറൽ റിസോഴ്സസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ അതൊരു ബിസിനസ് മാത്രമായിട്ട് മാറും. ആ ഒരു പ്രൈവറ്റ് കമ്പനി അവർക്ക് കിട്ടേണ്ട ലാഭത്തിൻ്റെ കാര്യമായിരിക്കും അവർക്ക് പ്രയോറിറ്റി. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഹെൽത്ത് കെയർ ഒക്കെ ഒരു ബിസിനസ്സായിട്ട് മാറും. സാധാരണക്കാരായ ജനങ്ങൾക്ക് ചിലപ്പോൾ ഈ ഹൈ ഫെസിലിറ്റീസ് ഉള്ള ഹെൽത്ത് കെയർ സർവീസസ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഒരു റൈറ്റ്സാണ്. ബേസിക് ആയിട്ടുള്ള ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ളത് അവരുടെ അവകാശമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ്ലി പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോബ്ലം. അവിടെ ചിലപ്പോൾ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ബിലോ ദാറ്റ് ഉള്ള ഒരു ഫാമിലിയിലെ ഒരു കുട്ടിക്ക് ചിലപ്പോൾ എഡ്യൂക്കേഷൻ അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ പ്രൈവറ്റ് കമ്പനീസിന് അത് ജസ്റ്റ് ലാഭം മാത്രമാണ്. അല്ലാണ്ട് അവർക്ക് അവിടെ ജനങ്ങളുടെ സേവനവും അവർക്കുള്ള സർവീസും റൈറ്റ്സൊന്നും അവർ നോക്കാൻ പോണില്ല. അപ്പോൾ ഈ പഴയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഒരു പ്രശ്നം ഇതായിരുന്നു, സേ നോ ടു പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ പാടില്ല, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പുതിയൊരു കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ ആ ഒരു ആശയം ഒരുപാട് മാറി പുതിയ കാലത്തിലോട്ട് അഡാപ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ കാരണം നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ, നോർത്തിലൊക്കെ ഒരുപാട് ഈ മൈനിങ് പ്രൊജക്ട്സ് കാരണം ഒരുപാട് പേർക്ക് വീടും കൂടിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടത്ര കോമ്പൻസേഷൻ കിട്ടാതെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കേസുകൾ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാം, സ്വയം ഡിസൈഡ് ചെയ്യാം. പ്രൈവറ്റൈസേഷൻ ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? കേരളത്തിൽ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റൈസേഷൻസ് ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം ഡിസൈഡ് ചെയ്യാം.